ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. പാണ്ടിക്കാട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജലക്ഷാമത്തിൽ അടിയന്തര പരിഹാര മാർഗമൊരുക്കുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി DYFI പ്രവർത്തകർ. ഒരു മാസമായിട്ട് പോയി കണ്ടു. 3 തരത്തിലാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത് നമുക്ക് ആദ്യം കുടിവെള്ളം പാടത്ത് അപ്പൊ അവിടെ ഈക്കോളി ബാക്ടീരിയയുടെ സാധ്യതയുണ്ട്. അതാണ് മെയിനായിട്ട് വിഷയം. അതിന്റെ വേറെ അരികൊണ്ട് ഹോസ്പിറ്റലിൽ ആ കിണറ്റിലായിരുന്നു, തൊട്ടപ്പുറത്തുള്ള കിണറുണ്ട്. അതാണ് അത് നിയമ രൂപത്തിൽ ആയപ്പോൾ അങ്ങനെ നിന്നു വരാം. ഒരു വാടകയ്ക്കാണ് ഇരിക്കുന്നത്. വെള്ളം വാടക പുറത്തുണ്ട്. പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് കുഴൽക്കിണർ പദ്ധതിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനുള്ള ഫണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ കാലതാമസം പിടിക്കുന്ന ഒരു ജൂലൈ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇവിടെ നെല്ല് ക്ലീനാക്കി ഈ വെള്ളത്തിൽ നമ്മൾ പമ്പ് ശ്രമിക്കണം. ആദ്യം ഇവൻ്റെ കിണറല്ല, തൊട്ട് മുന്നേക്ക് അപ്പം തന്നെ കിടക്കുന്ന ആ കിണറിൻ്റെ ഉപയോഗം. അതെ അതെ. അപ്പോൾ അത് വാട്ടർ ടെസ്റ്റ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക. അപ്പോൾ അത് ഫണ്ട് വിഷയം ഉണ്ടാവുന്ന സ്ഥലമാണ്. വെള്ളത്തിന് പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ടാങ്കെല്ലാം ക്ലീനാക്കി കൊടുക്കാനൊക്കെ ചെയ്യുന്ന. ദിനംപ്രതി നിരവധി രോഗികൾ ആശ്രയിക്കുന്ന പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ കുറെ ദിവസത്തോളമായി രൂക്ഷമായ ജലക്ഷാമം നേരിടുന്നുവെന്നും അടിയന്തര പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് DYFI പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി മുസാഫറിന് നിവേദനം നൽകിയത്. PHCയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും ശുചിമുറികളിൽ പോലും വെള്ളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന സ്ഥിതിയാണെന്ന് പ്രവർത്തകർ പറഞ്ഞു. പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ 1.5 മാസമായി അതിരൂക്ഷമായിട്ടുള്ള വെള്ളത്തിന് ക്ഷാമം നേരിടുകയാണ്. അവിടെ എത്തുന്ന നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ഉൾപ്പെടെ ഇതിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് DYFIയുടെ നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് ഈ വെള്ളക്ഷാമത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാനപരമായ ടെസ്റ്റുകൾ നിർവഹിക്കുന്ന ആവശ്യമായിട്ടുള്ള സംവിധാനം പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷാമമാണ്, പ്രയാസമാണ് അവിടെ വെള്ളം ലഭ്യമല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഇത് പരിഹരിക്കപ്പെടാൻ ഒരു തരത്തിലുള്ള ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതി എനിക്ക് നടത്തുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതി യോഗം പോലും നേരാവണ്ണം വിളിച്ചു ചേർത്ത് അടിയന്തരമായി ചെയ്യേണ്ട ഇത്തരം ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധ കൊടുക്കാനുള്ള ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മറിച്ച് പഞ്ചായത്ത് ഭരണസമിതി എന്തെങ്കിലുമെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അതിൻ്റെ റീലും പ്രചരണവും ബ്ലോഗും ഒക്കെ ആയി ബന്ധപ്പെട്ട് പോവുകയാണ്. അത്തരത്തിലുള്ള റീലോ സ്റ്റോറികളോ പ്രചരണമോ അല്ല വേണ്ടത്. ഈ നാട്ടിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ, ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത ഭൂമിക്കകത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കുന്ന സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത്. DYFI മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ M ബാബുറഹ്മാൻ, NT മനുദാസ്, VP മുഹമ്മദ് റോഷിൻ, KT സക്രിയ, P ഷഫീഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.